ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കട്ടൻ ചായ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിന് കട്ടൻ ചായ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഗ്യാസിൽ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുള്ളത്. ഇനി വെള്ളം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിതുപോലെ കട്ടൻ ചായ റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല സ്ട്രോങ് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 3 സ്പൂണ് ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 3 സ്പൂൺ എടുത്തിട്ടുള്ളത്. വലിയ സ്പൂണാണെങ്കിൽ 2 സ്പൂണൊക്കെ എടുത്താൽ മതി. ഇനി നമുക്കിത് ഒരു 2-3-4 മിനിറ്റ് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിതിലേക്ക് ഇപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതൊരു 2-3-4 മിനിറ്റ് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. ഇപ്പം നമ്മുടെ കട്ടൻ ചായ ഇതുപോലെ നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കട്ടൻ ചായക്ക് ഇവിടെ നല്ലതുപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കട്ടൻ ചായയൊക്കെ നമ്മളിവിടെ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള കട്ടൻ ചായ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കട്ടാക്കി എടുത്തിട്ടുള്ള പാലാണ്, നല്ലതുപോലെ കട്ടാക്കി എടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ടൻ ചായയിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല, നമ്മളിപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ കട്ടൻ ചായ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 10 രൂപയുടെ ബോൾ ഐസ്ക്രീം മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനിലയുടെ ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളത് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കട്ടൻ ചായ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുള്ള ഡ്രിങ്ക് ആണെങ്കിലും കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കട്ടൻ ചായ വെച്ചിട്ട് നമുക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് നമുക്ക് റെഡിയാക്കാൻ അത്രയും ടേസ്റ്റുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ചും കൂടെ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ആ കട്ടൻ ചായയുടെ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. നമുക്ക് വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.